Hi, I'm Naufal Parakar from Empower English. How's it going? Actually, I've been riding my bike since this morning. I just decided to teach you an interesting lesson today. If you are ready, let's begin. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഇംഗ്ലീഷിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്. ആ സെൻറ്റൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റ് പല സെൻറ്റൻസുകളും മേക്ക് ചെയ്യുക, അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചു ഇല്ലേ? ഏതാ നമ്മൾ പഠിച്ചത്? ഐ ആം ഹിയർ ടു. ഇഫ് യു ഹാവ് ബിൻ വാച്ച്ഡ് ദാറ്റ് വീഡിയോ, പ്ലീസ് വാച്ച് ഇറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആം ട്രൈയിങ് ടു എന്നുള്ള സെൻറ്റൻസ് ആണ്. ഈ ഐ ആം ട്രൈയിങ് ടു പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ പറയാറില്ലേ? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഐ ആം ട്രൈയിങ് ടു എന്നുള്ളത് പറയാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടു കഴിഞ്ഞാൽ പിന്നെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം V1 യൂസ് ചെയ്യുക. പിന്നെ ഐ വരുമ്പോൾ ആം, പിന്നെ യു വി ദേ വരുമ്പോൾ ആറ്, പിന്നെ എന്താണ് ഷീ ഹി വരുമ്പോൾ ഈസോ. ഇപ്പോൾ എന്ത് വരും? ആം ട്രൈയിങ് ടു, ഷീ ഈസ് ട്രൈയിങ് ടു, ഹി ഈസ് ട്രൈയിങ് ടു, യു ആർ ട്രൈയിങ് ടു, വി ആർ ട്രൈയിങ് ടു, ദേ ആർ ട്രൈയിങ് ടു. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ എനിക്കെന്ത് പറയാം? ഐ ആം ട്രൈയിങ് ടു റിമൂവ്, ഐ ആം ട്രൈയിങ് ടു റിമൂവ് മൈ ഹെൽമെറ്റ്, ഐ ആം ട്രൈയിങ് ടു റിമൂവ് മൈ ഹെൽമെറ്റ്. ഓക്കെ അല്ലേ? ഞാൻ എൻ്റെ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദെൻ ഐ ആം ട്രൈയിങ് ടു ഓപ്പൺ മൈ വാട്ടർ ബോട്ടിൽ. സോ ജസ്റ്റ് ലിസൺ. നമ്മളെപ്പോഴും അധികം ആളുകൾ എന്താ പറയുക? വാട്ടർ എന്നാ പറയുക അല്ലേ? വാട്ടർ. ബട്ട് അതിൻ്റെ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ WO ആണ്. വാട്ടർ. ആ ആറില്ലേ, ലാസ്റ്റിലെ ആറ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ടർ അത്ര മതി. വാട്ടർ. ഓക്കെ, WO water. So this is my water bottle. Okay, so I'm trying to open my water bottle. Okay, so ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ പറഞ്ഞു. ഇനി this is my mask. So I'm trying to wear my mask. I'm trying to. കണ്ടോ? ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ V1 യൂസ് ചെയ്യുന്നത്, അതായത് ഒരു പ്രസൻറ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നുമല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, അവൻ മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാം? ഹി ഈസ് ട്രൈങ് ടു വെയർ ഹിസ് മാസ്ക്, അങ്ങനെ പറയാല്ലേ ഇല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് എങ്ങനെ പറയാം? യു ആർ ട്രൈങ് ടു. യു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആറാ യൂസ് ചെയ്യുക അല്ലേ? യു ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് മീ. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യം എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? യു ആർ ട്രൈങ് ടു റൈറ്റ്. അങ്ങനെ പറഞ്ഞൂടെ? ഇനി നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഞാൻ കുറേ നേരമായി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് എന്ത്? ഐ എം trying to download that file. ഇനിയിപ്പോൾ നമ്മളാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? we are trying to download that file, അങ്ങനെ പറയാം. So what do you want to do? Just make sentences and practice. So see you next video. Until then, bye bye.